അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ഒരാളൊരു ദിർഹം യതീമിന് കൊടുത്തു, വേറൊരാളൊരു മിസ്കീൻ എന്ന് പറഞ്ഞത്, ഒരാളൊരു ദിർഹമിനെ അടിമനെ മോചിപ്പിക്കാൻ വേണ്ടി കൊടുത്തു, ഒരാള് ഒരു ദിർഹം അള്ളാന്റെ മാർഗത്തിൽ കൊടുത്തു യുദ്ധത്തിന്, വേറെ ഒരാള് നാലാമത്തെ ആൾ ഒരു ദിർഹം പെരേക്ക് ചെലവഴിച്ചു, പെണ്ണുങ്ങളും കുട്ടികൾക്കും ചെലവഴിച്ചു. ആൽമു അസ്റൻ, ആ നാല് വെച്ച് ഏറ്റവും വലിയ കൂലി ഉള്ളത് പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ചെലവഴിച്ചാണ് അള്ളാന്റെ റസൂൽ പറഞ്ഞു. ഒരാളുകൾ വിചാരം എന്താ, പെരേക്ക് ഇറച്ചി മീൻ വാങ്ങിയാലൊന്നും കായിട്ടില്ല, കൂലി ഇട്ടില്ല, കൂലി ഇടണേ പള്ളിയേക്ക് തന്നെ കൊടുക്കണം അല്ലേ? അങ്ങനല്ലേ? ആണോ അല്ലേ? ഇന്നിപ്പോ ഇങ്ങനെ കാണിച്ച രീതിയിൽ തഫ്സീൽ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇൻട്രസ്റ്റ് കൂടി. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ എങ്ങനെയാണ്, ലം തുൻഫിക നഫഖതൻ തബ്തഗി ബിഹാ വജ്ഹ അല്ലാഹ്, ഒരു വസ്തു നീ ചെലവഴിക്കൂല അള്ളാന്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട്, ഇല്ലാ ഉജിർത്താൻക്ക് കൂലി കിട്ടിയിട്ടല്ലാതെ, ഹത്താമാ തജ്ലു ഫി ഫിംറഅതിക, നിന്റെ ഭാര്യന്റെ വായിലേക്ക് നീ വെച്ചു കൊടുത്ത ഒന്നിനു പോലും കൂലി കിട്ടായിരിക്കൂല. പക്ഷേ അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ടാണോ എന്നുള്ളതാണ് മെയിൻ പ്രശ്നം. ഇന്ന് 90% ആളുകളും ആ കൂലിയോട് ആഗ്രഹിക്കലില്ല. കാരണം ഇതൊക്കെ അറിയില്ല. ഓല് വിചാരം പള്ളിയെ കൊടുത്തെങ്കിൽ ചെയ്തിട്ടുള്ളൂ, കൂലിയിട്ടുള്ളൂ, പെരയ്ക്ക് പോണേനെ ചെയ്തില്ല എന്നുള്ളതാണ്. കൂലിയില്ല ആണോ അല്ലേ? പറയുന്നത് പിന്നോട് നീയത്തൊക്കെ എവിടെ എന്നോട് നീയത്ത് വരുന്നത്? ഈ ചെറിയ കണ്ടിട്ട് തോന്നുന്നു ഇതുവരെ നീയത്ത് വെച്ചില്ല. നീയത്ത് ഉണ്ടാവും. മുമ്പിനായിരിക്കുന്ന മനുഷ്യന് റുപ്യ കൈ കിട്ടിയ അള്ളാന്ന് പറയുമോ? നീക്ക് അള്ള എന്നതാണ്. അള്ള നിശ്ചയിച്ചതല്ലാത്ത റുപ്യക്ക് കിട്ടൂല. എയിലും ഓടിയിട്ടും കാര്യമില്ല. അള്ളയാണ് തന്നത്. അത് ചെലവഴിക്കുമ്പോൾ അള്ളാന് ഓർമ്മ ഉണ്ടാവും. ചോദ്യം നാളെ അങ്ങനെ തന്നെയാണ് വരാൻ പോണത്. അള്ളാന്റെ കോടതിയിൽ കാരണം അനക്കണമെങ്കിൽ ഏത് ഒരു ഉറുപ്പ്യ എവിടുന്ന് കിട്ടി, എങ്ങനെ ചെലവഴിച്ചു, അതിന്റെ ആഗമന മാർഗവും വിനിയോഗ മാർഗവും രണ്ടും പരിശുദ്ധമായിരിക്കണം. മുഅ്മിനീങ്ങൾക്ക് അങ്ങനെ ആവുള്ളൂ. പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ മാർക്കറ്റ് പോയി ഇറച്ചി വാങ്ങുമ്പോഴും ആട് വാങ്ങുമ്പോഴും കോഴി വാങ്ങുമ്പോഴും ഒക്കെ നമുക്ക് ഇങ്ങനെ അള്ളാനങ്ങനെ ഓർമ്മയാവും. മുഅ്മിനീങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഓർമ്മ ഇപ്പൊ നമുക്ക് വരുന്നില്ലെങ്കിൽ നമ്മളെ ഈമാൻ ശരിയായിട്ടില്ല.